പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സെമി ടെസർ സാരിയാണ്. ഇതിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ വൈറ്റ് എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. അതുപോലെ ഹാഫായിട്ടും ആ ഡിസൈൻ വരുന്നുണ്ട്. സൈഡിലൊരു ക്രോഷ്യ ലേസ് എല്ലാം ആഡ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലിൽ തന്നെ വേറെ ഡിസൈനിലുള്ള സാരിയുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. നല്ലൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഓണിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. ഇത് ഇങ്ങനെയാണ് പല്ലു വരിക. പല്ലുവിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ഇങ്ങോട്ടും ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരുന്നത് കേട്ടോ. നമ്മുടെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഓഫ് വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് നല്ല തിക്കായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഉണ്ടോ? തിക്കായിട്ട് തന്നെ. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ടോ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സാരിയുടെ സൈഡിലും ഇങ്ങനെ ഒരു ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1165 റേറ്റിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ സാരിയുടെ ഡിസൈനുകളെല്ലാം സെയിം കളറിൽ മാത്രം മാറ്റമുള്ളൂ. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല ഈ സാരി. പിന്നെ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു സാരിയാണ്. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്ന കാരണം തന്നെ നമ്മളത് വെയർ ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ ഷെയ്ഡുകളാണ് എല്ലാം. നല്ല പേസ്റ്റൽ കളേഴ്സും എല്ലാമാണ് ഈ സെക്ഷനിൽ വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. പല്ലുവിൽ ഇങ്ങനെ തന്നെ എല്ലാത്തിൻ്റെ അത് കേട്ടോ. ഈ പീച്ച് തന്നെ ഒരു സെൽഫായിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ വരുന്നു. പിന്നെ ബോഡി പാർട്ടിൽ ഇങ്ങനെ വരുന്നു. നമുക്ക് വൺ ലെയർ ആയിട്ടെല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് അല്ല. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ എല്ലാം ഡിസൈനുകൾ സെയിം തന്നെ, കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. റേറ്റ് 1165. ലാവണ്ടർ ഷെയ്ഡാണ്. ഇതുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. ഇങ്ങനെ വരുന്നു പല്ലുവിലുള്ള ഡിസൈൻ. സൈഡിൽ ആ ലേസ് ആഡ് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വരുന്നത് ഇങ്ങനെ വരുന്നു. ഇതാ മെറ്റീരിയൽ. ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്പെറൻ്റ് അല്ല. അതുപോലെ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ വെയർ ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ആ ഡിസൈനുകൾ ഇങ്ങനെ വന്നിരിക്കുന്ന കാരണം. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതൊരു ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഡിസൈനുകളുടെ ഡിഫറൻസ് ആയിട്ടാണ് തന്നെ. ഇങ്ങനെയാണ് പല്ലു വരിക. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. സൈഡിൽ ആ ക്രോഷ്യോ ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. റേറ്റ് എല്ലാം സെയിം തന്നെ. പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നു. ബോഡി പാർട്ട് വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇങ്ങനെ ഓൾ ഓവർ വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. സൈഡിൽ ഈ ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സാരിയിലുള്ള ആ ലേസ് തന്നെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ. സൈഡിൽ ഒരു ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ബോഡി പാർട്ടിൽ സെൽഫായിട്ട് തന്നെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്പെറൻ്റ് അല്ല. അതുപോലെ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാവുന്ന ഒരു സാരിയും കൂടിയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ട് ആ ഡിസൈൻ വരുന്നുണ്ട്. പീച്ച് ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കളറുകളെല്ലാം ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളർ പാറ്റേണിൽ തന്നെ എല്ലാം വന്നിരിക്കുന്നതും. അതുപോലെ അതിൽ വന്നിരിക്കുന്ന ഡിസൈനും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് വരിക. ആ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. ഇതെല്ലാം നല്ല തിക്കായിട്ടുള്ള നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കാണ്. എല്ലാത്തിനും
ചെയ്തിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരിക. അതേ എംബ്രോയ്ഡറി വർക്ക് തന്നെ ബോഡി പാർട്ടിൽ വരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വൈറ്റ് ഷെയ്ഡും ഇതിലേക്ക് വരുമ്പോൾ പീച്ചിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്കുമാണ് ബോഡി പാർട്ടിൽ വരിക. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും. റേറ്റ് വരുന്നത് 1165. നല്ലൊരു പിങ്ക് ഷെയ്ഡാട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ പല്ലുവിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നു. സൈഡിൽ ഒരു ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ആണ് ബ്ലൗസ്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഈ പിങ്കിൻ്റെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് പോലെ ഫുള്ളായിട്ടും ചെയ്തിരിക്കുന്നു. പിന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും വരുന്നു. റേറ്റ് വരുന്നത് 1165 ആണ്. ഒണിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഇത് വരുന്നത്. ഇങ്ങനെയാണ് ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് തിക്കായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ഒരു ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. വെയ്റ്റ്ലെസ് ആണ് ഈ മെറ്റീരിയൽ. കണ്ടോ, നമുക്കിത് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഡെയിലി വെയർ ആയിട്ടെല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഓവറായിട്ടുള്ള വർക്കല്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളിത് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ഡിസൈനിലാണ്. മെറ്റീരിയൽ എല്ലാം സെയിമാണ്, റേറ്റും സെയിമാണ്. 1165 ഈ സാരികളെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിൽ ഉള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ ഈ 2 ടൈപ്പ് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.